ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെറിയ ചൂര കൊണ്ടുള്ള കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീനൊക്കെ വിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻകറിക്ക് വേണ്ട സാധനങ്ങളാണ് 2 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുളി, കറിവേപ്പില, പിന്നെ ഉപ്പ്. വെളുത്തുള്ളി നമുക്ക് പൊളിച്ച് ഇഞ്ചി ചരണ്ടി നന്നായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഒന്നുകിൽ നല്ലതായിട്ട് അരയ്ക്കുക, ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ മിക്സിക്കകത്തിലാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 2-2.5 സ്പൂണ് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ അടുത്തത് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 നുള്ള് കായം, ചെറിയൊരു അളവിൽ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. നമുക്കിനി ഇത് പാചകം ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ പാചക വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം അടുപ്പിൽ ചീനച്ചട്ടി വെച്ചു. ഞാൻ മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. പക്ഷേ മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ ചൂടായി അത് കറുത്ത സാധ്യതയുണ്ട്. അതുകൊണ്ട് ചീനച്ചട്ടിക്കകത്ത് നമ്മളിത് ചെയ്തതിന് ശേഷം മീൻ ചട്ടിയിലേക്ക് അതിൻ്റെ അകത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും മീൻ കറിക്ക്. അപ്പോൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിക്കും. എണ്ണ ചൂടായതിനു ശേഷം കടുകിടാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് വെക്കും. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മൂക്കണം. മൂത്തതിന് ശേഷം നമുക്കതിൽ കറിവേപ്പിലയിട്ട് അതിൻ്റെ വാട്ടമൊന്ന് കാണാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി, അതിനുശേഷം മല്ലിപ്പൊടി, അതുപോലെ കായം, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് പച്ചമണം മാറുന്നുണ്ട്. ചെറുതായിട്ട് ചെറുതീയിലൊന്ന് ഇളക്കി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളത് പുളി എടുത്ത് വെച്ചിരുന്നു, അത് കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ആ വെള്ളം ഒഴിച്ചാലും മതിയാകും. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് അതെല്ലാം ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർക്കാം, പുളിയും ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം, പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി മീൻ ചാറിൻ്റെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിലേക്ക് ഒഴിക്കാം. ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ഇനി അതിലേക്ക് ഒഴിക്കാം.
നമുക്കിതിലേക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് പൊറുക്കിയിടാം. ചെറുതായിട്ട് അതിനോടയാതെ വളരെ സാവധാനം അത് ഇളക്കി കൊടുക്കുക. കഷ്ണത്തിലെല്ലാം ഗ്രേവി ഒന്ന് പിടിക്കണം. അങ്ങനെ അതിനെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മളിത് നോക്കണം. ഇനി അതിനെ അടച്ച് വെച്ച് വേവിക്കണം. നമുക്ക് ചട്ടി നല്ലൊരടപ്പും കൊണ്ട് അടച്ച് കുറച്ച് നേരം അത് വേവാൻ വേണ്ടി വെക്കാം. ഓക്കേ, നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവി വറക്കുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. നല്ല അടിപൊളി സ്വാദേറിയ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.